ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്തെല്ലാം എനർജീസാണ് തരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഫൈവ് ഓഫ് സോർട്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മറ്റുള്ളവർ നമ്മളെ മുതലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതുപോലെ മറ്റുള്ളവരെ അവരുടെ ഇമോഷൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ 3 പേരുള്ളിടത്ത് നടുക്ക് നിന്ന ഒരാൾ മറ്റൊരാളുടെ ഇമോഷനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അതൊക്കെയാണ്. 3 ആകാം, അതിൽ കൂടുതലാകാം. അപ്പോൾ ഒന്നിലധികം ആളുകളുള്ള സമയത്ത് 5 ആയതുകൊണ്ട് തന്നെ അൺലക്കി 5 എന്നാണ് നമ്മൾ പറയുന്നത്. ഈ 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എനർജീസ് എപ്പോഴും വഴക്ക് അല്ലെങ്കിൽ ബുദ്ധി ഇതിൻ്റെയാണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ അൺലക്കിയും കൂടെ ആകുമ്പോൾ മോസ്റ്റ്ലി അത് കോമ്പറ്റീഷൻ്റെയും ചലഞ്ചുകളുടെയും ഒക്കെയാണ്. അതുപോലെ എന്ത് വില കൊടുത്തും അവനവൻ ജയിക്കുക എന്നുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുക. നമ്മൾ പറയുമ്പോൾ ഞാൻ ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവുക. അപ്പോൾ മറ്റേ ആളുകൾക്കത് ഫീൽ ചെയ്യുക, അവർക്ക് ഹേർട്ട് ആവുക, ഇൻസൾട്ടഡ് ആവുക, ചതിക്കുക, വഞ്ചിക്കുക, ഇതൊക്കെ തന്നെയാണ് ശരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് ആരും നമ്മളെ മുതലാക്കാൻ നിന്ന് കൊടുക്കരുത്. ആരും നമ്മളെ കൊണ്ട് ഫേവർ എടുക്കാൻ, അതായത് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുകയോ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തിട്ട് അവർ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ അവർക്ക് നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസൾട്ടോ വേദനയോ പെയിനോ ചലഞ്ചോ കോമ്പറ്റീഷനോ ഒന്നും നേടാൻ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ് 5 ഓഫ് സോഡ് പറയുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാൻ നമുക്ക് അങ്ങനെ ചതിയൊക്കെ പറ്റാൻ സാധ്യത ഉണ്ട് എന്നാണ് 5 ഓഫ് സോഡ് കേട്ടോ. ദെൻ 10 ഓഫ് സോഡ്സ്, ഇത് ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് വരുന്നു എന്നാണ്. ആ കർമ്മ അവസാനിച്ച് പോകുന്നു എന്നുള്ളതാണ് 10 ഓഫ് സോഡ്സ് പറയുന്നത്. ഇത് ഒരു നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് എൻഡപ്പായി പോകുന്നതാവാം. ഒരു ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ആ ബന്ധം അവസാനിച്ച് പോവുക. പിന്നെ ഒരു ക്യാഷ് നിങ്ങൾ ഒരു ക്യാഷിലാണ് നിങ്ങൾക്ക് കാർമിക്കുള്ളതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാവുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക. അത്തരത്തിൽ നിങ്ങൾ ഏത് കാർമിക് ജേർണിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൻഡിൽ വരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഹാപ്പൻസ് ഈസ് അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ്സ്. അപ്പോൾ അത് അവസാനിച്ച് പോകുന്നു. മേ ബി നിങ്ങൾക്ക് ഓൾറെഡി ഇന്ന് അവസാനിച്ച് പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഇന്നും അതേ പെയിനിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ മനസ്സിലാക്കുന്നതാവാം. ചിലപ്പോൾ ഇന്നൊരു റിലേഷൻഷിപ്പ് എൻഡപ്പ് ആവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ളൊരു എന്തെങ്കിലും, ഇപ്പോൾ ജോബ് നഷ്ടപ്പെട്ടതോ അങ്ങനെയുള്ള ഒരു ആളുകളാണ് നിങ്ങളെങ്കിൽ ആ പെയിനിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാക്ക് സ്റ്റാബിങ് കിട്ടുക, വിശ്വാസവഞ്ചന, ചതിവ്, അതൊക്കെ ഓൾറെഡി നിങ്ങൾക്കത് പറ്റിയതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു സൈക്കിൾ എൻഡായിരിക്കുന്നു. ആ കാർമിക് സിറ്റുവേഷൻ്റെ എൻഡിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന പെയിനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നെക്സ്റ്റ് നമുക്കൊരു പുതിയ തുടക്കമാണ് വരാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ 10 ഓഫ് സോഡ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു എൻഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ 6 ഓഫ് സോഡ്സ് ആണ്. ഇത് മൂവ് ഓൺ ചെയ്ത് പോകുക എന്ന് പറഞ്ഞൊരു എനർജിയാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. മേ ബി നിങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതാവാം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാവാം, വീട് വിട്ടിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നതാവാം, ഫിനാൻഷ്യലി അല്ലെങ്കിൽ ചില വീടുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ വീട് മാറാൻ തീരുമാനിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നതാവാം. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക. നമുക്ക് അവിടെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ
മാറിപ്പോവുക, നമ്മൾ സമാധാനമുള്ളവരിടത്തേക്ക് പോകുന്നു. ഈ കാർഡ് തന്നെ സമാധാനമുള്ളവരിടത്തേക്ക് പോകുന്നു, നമ്മൾ നിൽക്കുന്ന ഇടം ഭയങ്കര കലുഷിതമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 10 ഓഫ് സ്വോർഡും ഈ 6 ഓഫ് സ്വോർഡും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജോലി നഷ്ടപ്പെട്ട ഒരാൾ ചിലപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതാവാം. പണം നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരവിടെ നിന്ന് അടുത്തൊരു സമാധാനം കിട്ടുന്ന പണത്തിൻ്റെ നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നതാവാം. അപ്പോൾ ഇവിടെ ഒരു യാത്ര കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, നിങ്ങളിപ്പോൾ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ വീടില്ലാത്തവരാണെങ്കിൽ വീട് തേടി പോകുന്നതാവാം. ഇപ്പോൾ വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ ലോൺ എടുക്കാൻ പോകുന്നതാവാം. അത് ഏത് ഇതുമാകാം കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര ബേർഡൻഡ് ആണെങ്കിൽ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിദേശത്തേക്ക് പോകുന്നതാവാം. അത്തരത്തിലുള്ളൊരു യാത്രയാണ്. അത് ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയല്ല, കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആ സ്ട്രഗിളൊക്കെ മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു യാത്ര പോകുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു യാത്രയുടെ കാർഡാണ് 6 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ദെൻ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന ഒരു ഓഫർ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ്. ഇതൊരു മച്ചുറായ എനർജി അല്ല. പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്ന ഒരു മച്ചുറായിട്ടുള്ളൊരു എനർജി അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കൃത്യമായി നമ്മളതിനെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ വരുന്ന ഓഫറിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളെ കൊടുക്കുക എന്നുള്ളതാണോ, നമ്മുടെ മനസ്സറിയുക എന്നുള്ളതാണോ, അതോ നമ്മളെ ചീറ്റ് ചെയ്യുക എന്നുള്ളതാണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മളതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. എന്താണ് പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്? 4 ഓഫ് സ്വോർഡ്സും ഹിയർ ഓഫ് എൻഡ്. ഇതേ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇടം, നിങ്ങൾ ഒരു നിശ്ചലാവസ്ഥയിലാണ്. ശരിക്കും നിങ്ങൾ മൂവ്മെൻ്റ് ഇല്ലാത്തൊരു നിശ്ചലാവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അതുപോലെ അവിടെ നടപടികൾ, കോടതി നടപടികൾ അല്ലെങ്കിൽ കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളുടെ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കാർമിക്കിൻ്റെ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കാർമിക് സിറ്റുവേഷൻ്റെ ഒരു എൻഡാണ്, കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അവിടെ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു കൈ സഹായം, ഒരു ഓഫർ വരും എന്നാണ്. ഇവിടെ 4 ഓഫ് കപ്സ് ഡെവിളും. ഇവിടെ നിങ്ങൾക്ക് നഷ്ടത്തിൽ, നിങ്ങൾ ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലിയൊക്കെ നോക്കി പോയിട്ടേ അവിടെ പോയി പെട്ടുപോകുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിദേശത്ത് നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കെട്ടി വെച്ചാലേ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ട്രാപ്പിലായി കിടപ്പുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി അതൊരു കോടതി അല്ലെങ്കിൽ കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള എവിടെയെങ്കിലും നിങ്ങൾ ട്രാപ്പിലായിരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പേജ് ഓഫ് കപ്സ്, ബോട്ടം വന്നത് അവിടെ നൈറ്റ് ഓഫ് കപ്സും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ വന്ന് കിട്ടുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളെ ഇന്ന് ആരുടെയും ഒരു സഹായം നിങ്ങൾക്ക് വന്ന് കിട്ടും എന്നാണ് കാണുന്നത്. ഓക്കെ 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 അപ്പോൾ ഇന്നൊരു സഹായം വന്ന് കിട്ടും, നിങ്ങൾക്കൊരു ഓഫർ വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്കത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാപ്പിലായിരിക്കുവാണെങ്കിൽ അവിടുന്ന് പുറത്ത് കിടക്കാൻ മറ്റുള്ളവരുടെ സഹായമോ ഒരു ഹെൽപ്പോ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പുതിയ പ്രണയമായിരിക്കാം. നിങ്ങളിലേക്ക് ഒരു യങ്ങർ എനർജി, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ നിങ്ങളിലേക്കൊരു ക്രഷ് ഉള്ള പോലെയോ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു റിലേഷൻഷിപ്പുമായിട്ട് വരുന്നതോ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ഓഫറുകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടുക, ഒരു സർപ്രൈസ് കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക, ഇതൊക്കെയാണ് ഈ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിപ്പോൾ ക്ലാരിറ്റി കാർഡിൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, പണം ധാരാളമായിട്ട് വന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പണത്തിൻ്റെ അബണ്ടൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും അബണ്ടൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചറിലേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ പോകുന്ന പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതാവാം. എന്തായാലും നിങ്ങൾക്ക് പണം കിട്ടാൻ മാർഗം ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം, ഇന്ന് പണം കിട്ടുമെന്നുമുണ്ട്, നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ മാർഗമുള്ള എന്തോ ഒരു കാര്യവും നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പണം ധാരാളമായിട്ട് വരുമെന്നാണ് കേട്ടോ. ദെൻ 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു യൂണിയൻ്റെ കാർഡാണ്. ഇതൊരു യൂണിയൻ്റെയും റീയൂണിയൻ്റെയും കാർഡാണ്. ഇതൊരു സോൾമേറ്റിൻ്റെ കാർഡാണ്.
നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പുതുതായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളോ, അത് മേ ബി ഇന്ന് നിങ്ങൾക്കത് റെവലേഷൻ ഉണ്ടാകാം, അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു പേജ് ഓഫ് കപ്പ് ഒരു ഓഫർ തരുന്നതായിട്ട് കണ്ടില്ലേ, ചിലപ്പോൾ മേ ബി അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് സഹായം കിട്ടുന്നത്. അയാൾ ആ സമയത്ത് നമുക്കൊരു സഹായം തരാൻ വേണ്ടിയിട്ട് അവിടെ വരണമെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് മുൻജന്മത്തിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊരു സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോയിൻസിഡൻസ് ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. ഇത് റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകൾക്ക് റിലേഷൻഷിപ്പിൻ്റെ റിയൂണിയൻ ആകാം. അതല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം വളരെ നല്ലൊരു തുടക്കമാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് എഫേർട്ട് അങ്ങോട്ട് ഇടുന്നോ അതിന് കൃത്യമായിട്ട് നമുക്ക് റിവാർഡ് കിട്ടുന്ന ദിവസമാണെന്നാണ് ഈ 2 ഓഫ് കപ്സ് പറയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇതിന് സെയിം ആണ്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടോ അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ധാരാളം പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടുമെന്ന് ഇപ്പോൾ 2 കാർഡിൽ കണ്ടു. അപ്പോൾ നമുക്ക് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പണം ധാരാളമായിട്ട് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ചെയ്ത ജോലിയുടെ കൂലിയായിരിക്കാം. ചിലപ്പോൾ ശമ്പളം വന്ന് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ലേബറിൻ്റെ കൂലിയാണ്, ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന ദിവസം വന്ന് കിട്ടുന്നത്. അതുപോലെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ എപ്പോഴും പണം ആവണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചീത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ട ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. ദെൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീടുമായി ബന്ധപ്പെട്ട് വീടിന് വേണ്ടി കാത്തിരിക്കുന്നവരോ, അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ കാത്തിരിക്കുന്നവരോ, അല്ലെങ്കിൽ വീട് വാങ്ങാൻ കാത്തിരിക്കുന്നവരോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള വീടിനെ സംരക്ഷിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഒരാളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പേരൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് പേരൻ്റ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതോ പർച്ചേസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ആവശ്യം കേട്ടിട്ട് നിങ്ങൾ അത് നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് പുറത്തു പോകുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ഹസ്ബൻഡ് ഓർ വൈഫ് പ്ലസ് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മ ആരാണോ, നിങ്ങളുടെ വീട്ടിലുള്ള ആരാണോ അവർക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലെ പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് നിങ്ങളുടെ വീടെന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ വാഹനങ്ങളുണ്ടായിരിക്കാം. എല്ലാം കൂടെ ചേരുന്നതാണ് നിങ്ങളുടെ വീട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കാനോ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് പേര് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, എന്തോ പണത്തിന് ആവശ്യമുള്ളത് വീടുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും മോസ്റ്റ്ലി. അതിന് പണത്തിന് ആവശ്യമുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹീറോഫൻ്റ് ആണ്. ആദ്യം ഹീറോഫൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഹീറോഫൻ്റ് ഒരു മതപുരോഹിതനാണ്. അപ്പോൾ സ്പിരിച്വൽ പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും നമ്മളോട് ഉപദേശം തരാൻ കഴിവുള്ള, നമ്മളെ നേർവഴിക്ക് നടത്താൻ കഴിവുള്ള ആളുകളെ നമ്മളിന്ന് മീറ്റ് ചെയ്യുമെന്നും അവരിൽ നിന്ന് നമുക്ക് ഒരു മധ്യസ്ഥമായിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ഗൈഡൻസ് ആയിരിക്കാം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫൻ്റ്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, കല്യാണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കാം. ഇനി നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളാണ്, അലോപ്പതിയാണ്, ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളത് മാറിയിട്ട് ആയുർവേദമോ നാച്ചുറോപ്പതിയോ ഒക്കെ മാറി പരീക്ഷിക്കാൻ ശ്രമിക്കുക. അത് ഒരു ഓപ്ഷനായിരിക്കും. ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് പണം നിങ്ങളുടെ കൈ കിട്ടുവാണ്, നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പോയിട്ട് ചെയ്യരുത്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ മാത്രമേ ഇന്നേ ദിവസത്തെ പണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാനായിട്ട് പാടുള്ളൂ. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോസ്റ്റ്ലി ഇന്ന് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നത്? നിങ്ങൾ ടാക്സ് പെയർ ആണെങ്കിൽ ടാക്സ് കൃത്യമായി പേ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വാഹനങ്ങളുള്ളവരാണെങ്കിൽ വാഹനത്തിൻ്റെ എല്ലാ പേപ്പറുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ ആവാൻ സാധ്യതയുണ്ട്. കോടതി വിധി വരിക, ജസ്റ്റിസ് കിട്ടുക, വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് അനുവദിച്ച് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള കോടതി നിയമ സംവിധാനം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം, നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കോടതി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്നത്തെ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ധാരാളമായിട്ട് പണം വന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ആ പണം കൃത്യമായി വിനിയോഗിക്കുക. പണം വരുമ്പോൾ നമുക്ക് എൻ്റെ കുറേ പൈസ കിട്ടി, അപ്പം കിട്ടാതിരുന്ന പൈസ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കൂടും. അപ്പോൾ നമ്മൾ കുറച്ചധികം ഇങ്ങനെ ഓവർ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ചിലവാക്കുന്ന പൈസ ഓരോ പൈസയ്ക്കും അത് അർഹതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലവാക്കുന്നതെന്നൊരു
ധാരണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് സാലറി കിട്ടിയാൽ ഉടനെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സേവിങ്സിലേക്ക് പണം മാറ്റുക എന്നുള്ളതാണ്. സേവിങ്സ്, അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്പെൻഡിച്ചർ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരു 50,000 രൂപ കിട്ടും, അല്ലെങ്കിൽ പോട്ടെ 30,000 രൂപ ശമ്പളം കിട്ടും. അതിനകത്ത് നിങ്ങൾ 10,000 രൂപ സൂക്ഷിച്ച് വെച്ചിട്ട് 20,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. 20,000 രൂപ സൂക്ഷിച്ച് വെച്ചിട്ട് 10,000 രൂപ കൊണ്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചിലവഴിക്കാൻ വേണ്ടി നമുക്ക് അനുവാദമുള്ള പണത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെക്കുക. ഒരു ക്വിക്കായിട്ട് നമുക്കൊരു പണം ആവശ്യം വന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് എപ്പോഴും സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇന്നത്തെ ദിവസം കുറച്ച് അർഹതയുള്ള ആളുകൾക്കും കൂടെ കൊടുക്കുക. നിങ്ങൾ കൃത്യമായി ആവശ്യം അനുസരിച്ചും അർഹത അനുസരിച്ചും മാത്രം പണം വിനിയോഗിക്കുക. അർഹതയുള്ളവർക്ക് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹമാണ് എല്ലാവരോടും, വളരെ സ്നേഹമാണ്. പക്ഷെ അത് കാണിക്കാനുള്ള സാധ്യതയില്ല. കുറച്ചൊരു ഒരു എംബറർ പോലെയൊക്കെ ആയിരിക്കും. ഒരു സ്നേഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാതെ നമ്മൾ മുഖത്ത് നോക്കാതെ അവിടെ ഇവിടെ നോക്കിയിരുന്ന് വർത്താനം പറയുന്നൊരു എനർജിയാണ് ഈ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിറച്ച് സ്നേഹമാണ്. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, ഗ്രൗണ്ടഡ് ആയിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷേ സ്നേഹം ഉണ്ടെങ്കിൽ അത് നേരെ നോക്കി പ്രകടിപ്പിക്കത്തില്ല. അത് അവിടെ എവിടെ നോക്കിയിട്ട് ഉള്ളൊരു എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.